നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വലിയൊരു മോഷണം തന്നെയാണ് ഉദയഭാനു ഗോമതി സ്റ്റോഴ്സ് നടത്തുന്നത്. ബാലന് ഡീലർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന 50,000 രൂപയില് 25,000 രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് ഉദയഭാനു കടയിലേക്ക് വന്നിട്ട്. പക്ഷെ ഇതൊന്നും കടയിൽ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കടയിൽ CCTVയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ മാത്രം CCTV ഉള്ളൂ. കടയിൽ CCTV ബാലം പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉദയഭാനു ശ്രീദേവിയെ കാണാനാന്നും പറഞ്ഞു വന്ന് നൈസായിട്ട് ആ പണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ആ സമയത്ത് കടയിലെ ശ്രീദേവിയും ധർമ്മനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ധർമ്മം കുറച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവിയോട് പറഞ്ഞിട്ട് ധർമ്മന് പോയി. ധർമ്മം പക്ഷെ പോയത് ഒരു വാച്ച് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ സുകന്യ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ധർമ്മനോട്, എനിക്കൊരു വില കൂടിയ വാച്ച് വേണം, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ആണ് മറ്റന്നാള്, അപ്പൊ അതിന് പോകാനായിട്ട് എനിക്ക് വാച്ച് വേണം. ആദ്യമൊക്കെ ധർമ്മന് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗോമതി സ്റ്റോഴ്സിലേക്ക് ജോലിക്ക് വന്നോളാം, ഞാനും ഗോമതി സ്റ്റോഴ്സിൽ വരുക. അത് കേട്ട് കഴിഞ്ഞപ്പോ ധർമ്മന് വേറെ നിവൃത്തിയില്ലായിരുന്നു. ഒടുവിൽ ധർമ്മം പറഞ്ഞു വേണ്ട, കാരണം ശ്രീദേവി ഗോമതി സ്റ്റോഴ്സിലേക്ക് ജോലിക്ക് പോയപ്പോ മുതല് സുകന്യക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, തനിക്കും പോണമെന്നൊരു ചിന്തയാണ്. ധർമ്മന് അതിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. സുകന്യയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ധർമ്മൻ അത് വേണ്ടാന്ന് പറഞ്ഞത്. ഒടുവിൽ വാച്ച് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ധർമ്മൻ എന്ത് ചെയ്തു, കുറച്ച് പൈസ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് ധർമ്മന് വാച്ച് മേടിക്കാണ്ട് പോയി. അപ്പൊ വില കൂടിയ വാച്ച് വേണമെന്നാ പറഞ്ഞ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു വാച്ച് മേടിച്ചു. ധർമ്മനെ കൊണ്ട് പറ്റുന്ന കൊക്കിൽ ഒതുങ്ങുന്ന ധർമ്മനെണ്ണം വാങ്ങി. അങ്ങനെ സന്തോഷത്തോടിട്ടാണ് വീട്ടിലേക്ക് പോരുന്നത്. ധർമ്മം തിരികെ കടയിലേക്ക് പോയില്ല. ബാലനാണെങ്കിൽ ഡീലർക്ക് കൊടുക്കാനായിട്ട് പൈസ പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പൈസ ഇല്ല. അപ്പൊ കടക്കാരൻ കൊടുത്ത പൈസയായിരുന്നത്, പലചരക്കടക്കാരനല്ല ഹോട്ടലുകാരൻ കൊടുത്ത പൈസ, അവിടെ പലചരക്ക് സാധനം കൊടുത്താൻ്റെ. അപ്പൊ അത് ഡീലർക്ക് കൊടുക്കാനായിട്ടൊക്കെ വെച്ചിരുന്ന പൈസയാണ്. പക്ഷെ പൈസ കാണുന്നില്ല. ശ്രീദേവിയും ബാലും അവിടെ എല്ലാം അരിച്ചു പെറുക്കി നോക്കി, പക്ഷെ കാണുന്നില്ല. എവിടെ പോയെന്നറിയില്ല. ഇനി വന്നോര് വല്ലതും എടുത്തോണ്ട് പോയതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. ശ്രീദേവി അവിടെ എല്ലാം നോക്കുന്നുണ്ട്. ശ്രീദേവിക്ക് ഒന്നും മനസ്സിലായില്ല. കൂടി ബാലൻ പറഞ്ഞു, ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ശ്രീദേവിക്കും ടെൻഷൻ. ഇന്നലെ 2,000 രൂപ പോയി, ഇന്നിപ്പോ ഇത്രയും രൂപ പോയി. ബാലിന് പണ്ട് മുതലൊരു സ്വഭാവമാണ്, ഒരു രൂപ പോയിട്ടുണ്ടെങ്കിൽ ബാലിന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. മുമ്പ് ഒരു തവണ ആന്റി വേണ്ട എടുത്തെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പേര് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതാ. അങ്ങനെ കുറെ അടിയും കാര്യങ്ങളൊക്കെ ആരും കൊണ്ടിട്ടുമുണ്ട്. പക്ഷേങ്കില് ഇപ്പോഴാണെങ്കിലോ അതുപോലെ തന്നെ ഒരു കാര്യങ്ങളായിരുന്നു ബാലിന്റെ മനസ്സിൽ. കാരണം ബാലിന്റെ മനസ്സിൽ ആരോ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്നൊരു ചിന്ത വന്നു. അത് പുറമേ ഉള്ള ആൾക്കാരാണോ ഇനി അകത്തുള്ള ആൾക്കാരാണോ ആരങ്ങനെയൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ ഒന്നെങ്കിൽ പണപ്പെട്ടിക്കകത്ത് പൈസ കാണണ്ടല്ലേ. ഒടുവിൽ ശ്രീദേവിക്കും ടെൻഷനായി. വൈകുന്നേരം കടയടച്ച് അവര് വീട്ടിലേക്ക് പോന്നു. ഈ സമയത്ത് ധർമ്മം ഭയങ്കര സന്തോഷത്തോടെ വന്ന് സുകന്യക്ക് വാച്ച് ഗിഫ്റ്റായിട്ട് കൊടുക്കണം. അങ്ങനെ ആ വാച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ സുകന്യക്ക് സന്തോഷമായി. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നീട് ധർമ്മനോട് ചോദിച്ചു, ഇതിന് എത്ര രൂപയായെന്ന് ചോദിച്ചു. അതെ, അത്യാവശ്യം നല്ല പൈസയായെന്ന് പറഞ്ഞു. നിനക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചില്ല ധർമ്മേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു വാച്ച് വാങ്ങിച്ചോണ്ട് വരുമെന്ന്. ഞാൻ കരുതിയത് എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കുമെന്ന. ധർമ്മം പറഞ്ഞ, അങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഞാൻ പറയത്തില്ലെന്നറിയാലോ. ഒരു സാധനം ഞാൻ വാങ്ങിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. അതിനിപ്പോ എത്ര പൈസ ഇല്ലെങ്കിലും ശരി, എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ വാങ്ങിക്കൂന്ന് പറഞ്ഞു. സുകന്യ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് വാച്ച് കൊണ്ടുവന്ന് ഗോമതിയെ മീനാക്ഷിയും ഇത്രയെ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, കൊള്ളാലോ, നല്ല വാച്ചാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇത്ര ചോദിച്ചു, ഇത് നല്ല വില കൂടിയ വാച്ചാണല്ലോ എന്ന് തോന്നല്ലോ സുകന്യ ചേച്ചി, ഇത് ആര് വാങ്ങി തന്നാന്ന് ചോദിച്ചു. അതെ, ധർമ്മേട്ടൻ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്ന. മീനാക്ഷി പറഞ്ഞു, ഇതിന് നല്ല പൈസ ആയിട്ടുണ്ടായിരിക്കും. മാമനാള് കൊള്ളാലോ മാമ, ഇത്ര വില കൂടിയ വാച്ചൊക്കെ കൊടുക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ശ്രീദേവിയും ബാലനും കൂടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ബാലൻ കടയിൽ നടന്ന മോഷണത്തെക്കുറിച്ച് പറയണത്. അപ്പോഴേക്കും ആര്യനും ആനന്ദും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോഷണക്കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ഒന്ന് ഇരുത്തി നോക്കുവാണ് ആനന്ദ്. ഇവളാ കടയിലേക്ക് കയറി ചെന്നപ്പം മുതൽ തുടങ്ങി. അപ്പൊ ഇവളാണ് പൈസ അടിച്ചു മാറ്റുന്നെന്നുള്ള രീതിയിൽ ശ്രീദേവി ഇങ്ങനെ നോക്കി. ശ്രീദേവിക്ക് ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാവുകയും ചെയ്തു. ബാലൻ പറഞ്ഞു, ഇതിനു മുമ്പ് അങ്ങനെ ഒരു മോഷണം നടന്നിട്ടില്ല. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ബാലേട്ടാ, പൈസ അവിടെ കാണും, എവിടെ പോകാനാ? അത് ഞങ്ങൾ അവിടെ അരിച്ചു നോക്കി. പൈസ അവിടെ ഉണ്ടെങ്കിൽ മേശവലിപ്പ് കാണും, അല്ലെ താഴെ എവിടെയെങ്കിലും കിടക്കണ്ട. ഇതിപ്പോ അവിടെ ഒന്നും ഇല്ല.
അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആൾക്കാരും സാധനം മേടിക്കാനായിട്ട് വന്നിട്ടുമില്ല എന്ന് പറഞ്ഞു. ഞാനവിടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പൊ ധർമ്മം നേരത്തെ പോരുകയും ചെയ്തല്ലോ. ഈ സമയത്ത് ധർമ്മം പറഞ്ഞു, അല്ലളിയ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ബാലന കാഴ്ച കാണുന്നത്. സുകന്യയുടെ കയ്യിൽ പുതിയ വാച്ചിരിക്കുന്നു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ഇത് ധർമ്മന് വാങ്ങിച്ചോണ്ട് കൊടുത്ത വാച്ചൊക്കെയാന്ന് പറഞ്ഞു. ആ സമയത്ത് ബാലൻ ധർമ്മനെ ഇങ്ങനെയൊന്ന് നോക്കി. പിന്നീട് ചോദിച്ചു, അല്ല നിനക്ക് ഈ വാച്ച് മേടിക്കാൻ പൈസ എവിടുന്നാന്ന് ചോദിച്ചു. പെട്ടെന്ന് ധർമ്മൻ ബാലിനെ ഇങ്ങനെ നോക്കുകയാണ്. അല്ലാളിയ എൻ്റെ കയ്യിൽ അത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. നല്ല വിലയാൻ തോന്നില്ല ഈ വാച്ചിനെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മൻ എന്തോ വലിയ ബുദ്ധിമുട്ടായി. കാരണം പണം മോഷണം പോയെന്നും പറഞ്ഞു. തന്നെ സംശയിക്കുന്ന രീതിയിൽ ആളിയെ സംസാരിച്ചെന്നൊരു ചിന്ത പെട്ടെന്ന് ധർമ്മന്റെ മനസ്സിലേക്ക് വന്നു. അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു, എന്താളെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഇനി ഞാൻ ആ പൈസ എടുത്തിട്ട് വാച്ച് മേടിച്ചെന്നാണോ അളിയും വിചാരിക്കണമെന്ന് ചോദിച്ചു. അല്ല ഞാൻ അങ്ങനെ അതുകൊണ്ടല്ല ചോദിച്ചെന്ന് പറഞ്ഞു. പക്ഷെ ധർമ്മന്റെ മനസ്സ് വല്ലാതെ ഇത് കൊണ്ടു. ചോദ്യം ചെയ്തല്ലോ, വാച്ച് മേടിക്കാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടി? പൈസ പോകുകയും ചെയ്തു. ധർമ്മനും സങ്കടം. ധർമ്മനൊന്നും മിണ്ടാതെ പെട്ടെന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അകത്ത് പോയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേനും സുകന്യ വന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ കടയിൽ നിന്ന് പൈസ പോയി കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും ധർമ്മനെ സംശയിച്ചിരിക്കുന്നേ. ധർമ്മന്റെ സത്യം പറ, ഇനിയിപ്പോ എങ്ങാനും കടയിൽ നിന്ന് ആ പൈസ എടുത്ത് എങ്ങാനും വാങ്ങിച്ചാണോന്ന് ചോദിച്ചു. ധർമ്മന് സങ്കടവും ദേഷ്യമായി. ധർമ്മൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നീ എന്നെ കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നേ? ഞാനല്ലല്ലോ. അതെ ബാലേട്ടനല്ലേ അങ്ങനെ പറഞ്ഞേ. ഒന്ന് ഓർത്തു നോക്കിയേ, ഇത്രയും കാലം അവിടെ ജോലി ചെയ്തിട്ട് ഇപ്പൊ കണ്ടില്ലേ ധർമ്മേട്ടനെ സംശയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ധർമ്മന് ഭയങ്കര സങ്കടമായി പോയത്. ധർമ്മം കുറെ സമയം ആലോചിച്ച് കഴിഞ്ഞപ്പോ സുകന്യ പറഞ്ഞു, ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. ഇത്രയും കാലം സ്വന്തം കൂടപ്പുറപ്പാന്ന് പറഞ്ഞു കൊണ്ടുനടന്നിട്ട് ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പോ കണ്ടോ, ആ മോഷണക്കുറ്റം ധർമ്മേണ്ട തലയിലേക്ക് വെച്ചില്ലേന്ന് ചോദിച്ചു. ധർമ്മന് ഭയങ്കര സങ്കടമായിട്ട് ധർമ്മൻ ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് ഗോമതി ബാലനോട് പറഞ്ഞു, ബാലേട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ ചോദിച്ചേ? അവൻ്റെ കയ്യിൽ എവിടുന്ന പൈസയെന്ന്? അല്ല ഗോമതി, അത് പിന്നെ ഞാന് അങ്ങനെ ഓർത്ത് ചോദിച്ചല്ല. എന്താണെങ്കിലും അത് മോശമായി പോയി അവനോട് അങ്ങനെ ചോദിച്ചേ. അവൻ എന്ത് കരുതി കാണും? അവന് നല്ല സങ്കടമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ധർമ്മന് പിന്നീട് മനസ്സിലായി, താൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. തന്നെ സംശയിച്ചല്ലോ, ഒരു മോഷ്ടാവായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്നൊരു തോന്നല്. സോനിയോട് പറഞ്ഞു, ഡ്രസ്സൊക്കെ എടുത്ത് പായ്ക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞു. എന്താ ധർമ്മേട്ട, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക. എങ്ങോട്ട്? എൻ്റെ വീട്ടിലേക്ക് പോവാ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സുകന്യ പറഞ്ഞു, സത്യമാണോ പറയണേ? പിന്നെ അല്ലാതെ. സുകന്യ ഇടയ്ക്കിടയ്ക്ക് പറയണം അപ്പുറത്തേക്ക് പോകുന്ന കൃഷ്ണമംഗലത്തേക്ക്. അങ്ങനെ ബാഗൊക്കെ കെട്ടിപ്പെറുക്കി ഹാളിലേക്ക് വരുവാണ്. അപ്പോഴേക്കും കോമതി ചോദിച്ചു, അല്ല ധർമ്മ, നീ ഇതെങ്ങോട്ടാ ഇതെല്ലാം കൂടെ എടുത്തോണ്ട്? അതെ ഞാൻ പോവുക ചേച്ചിന്ന് പറഞ്ഞു. പോകാനോ എങ്ങോട്ടേക്ക്? അതെ ഒരു നിമിഷത്തേക്കാണെങ്കിലും അളിയൻ എന്നെ സംശയിച്ചല്ലോ ഞാൻ ആ പൈസ എടുത്തെന്ന്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എടാ ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും ഇല്ല. ഞാനങ്ങനെ നിന്നോട് ചോദിച്ചെന്നുള്ളൂ. വേണ്ട അളിയ, അളിയൻ ആ ചോദിച്ചതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ആ പൈസ എടുത്തിട്ടാണ് സുകന്യക്ക് വാച്ച് മേടിച്ചു കൊടുത്തതെന്നല്ലേ? വേണ്ട അളിയ, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. വിശ്വാസം നഷ്ടപ്പെട്ടാ പിന്നെ ഒരു നിമിഷം പോലും നമ്മളിവിടെ നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ ധർമ്മ, ഞാൻ നിന്നെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ അവിശ്വസിച്ചിട്ടില്ല. ദേ ഇങ്ങനൊന്നും നീ പറയരുതെന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷിയും ഇത്രയൊക്കെ പറഞ്ഞു, എന്താ മാമ ഇത്? മാമൻ ഇതെന്താ ഒരുമാതിരി കുഞ്ഞു പിള്ളേരെ പോലെ ഇങ്ങനൊന്നും പറയല്ലെന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, എടാ ധർമ്മ, നീ ആ ബായിക്കൊണ്ട് അകത്തേക്ക് വെക്കാൻ പറഞ്ഞു. ഇല്ല ചേച്ചി, ഞാൻ പോവാന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, അവൻ ചുമ്മാ പറയുന്ന, അവൻ പോകാനൊന്നും പോകുന്നില്ല, നമ്മളെ പറ്റിക്കുന്നാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, ഇല്ല അളിയ, ഇനി ഞാൻ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല, ബാസുവിനെ ഇറങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേന് അന്തം വിട്ട് നിൽക്കുവാണ് ബാക്കി എല്ലാരും. ആരിനൊക്കെ പിന്നാലെ ഓടി വന്നിട്ട് കയ്യേലേക്ക് പിടിച്ചു ധർമ്മന്റെ. മാമൻ ഇത് എന്ത് പരിപാടി കാണിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ, കയറി വരാനും പറഞ്ഞു. കയ്യേലേക്ക് പിടിച്ചു. വിടാന്ന് പറഞ്ഞു എന്നെ. ഞാനിനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു വീടില്ലാത്തോണ്ടല്ല ഞാനിവിടെ വന്ന് കിടന്നോണ്ടിരുന്നേ. ഇത്രയും കാലം ഞാൻ എൻ്റെ സ്വന്തം കുടുംബമായിട്ട് കരുതിക്കൊണ്ടിരുന്നേ. പക്ഷേങ്കില് ആ പൈസ പോയി കഴിഞ്ഞപ്പം ആനന്ദ് പറഞ്ഞു, എൻ്റെ മാമ അതിന് മാമനെടുത്തെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? വേണ്ട, ഒരു നിമിഷത്തേക്കെങ്കിലും അളിയൻ എന്നെ തെറ്റിദ്ധരിച്ചു, അത് പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ കടയിൽ ജോലി ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചുകൂടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ കടയിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത പൈസ കൊണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ സുകന്യയുടെ കൈയും പിടിച്ചുകൊണ്ട് നേരെ കൃഷ്ണമംഗലത്തേക്ക് പോവാം. ബാലിന് അടി കിട്ടിയാലേ പോയി. ബാലിന് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കൃഷ്ണമംഗലത്ത് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നല്ല സ്വീകരണം തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. കാരണം ശത്രുപാളയത്തിൽ നിന്ന് വരുന്നതല്ലേ, അപ്പൊ അതിൻ്റെതായ സ്വീകരണം കിട്ടാതിരിക്കില്ലോ. അച്യുതനും അലോകനും ഒക്കെ ഭയങ്കര സന്തോഷമായി. പക്ഷെ ബാലനും ഗോമതിയും നന്നായി തകർന്നു പോയി. ഇത്രയ്ക്കൊരടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല.
പിന്നീട് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി എടുത്തിട്ട് കൊടയാണ്. ആനന്ദ്, സത്യം പറയടി, നീയല്ലേ പണം അടിച്ചു മാറ്റിയത്? നീ ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം. നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞ കടയിലേക്ക് പോവണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ പൈസ മോഷണം പോയത് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നീട് ശ്രീദേവി ആലോചിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്, ഉദയഭാനുവാണ് ഇതിന്റെ പിന്നിൽ നിന്ന്. എന്താണെങ്കിലും ഉദയഭാനു അധികം നാളിങ്ങനെ കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞാല് ഉദയഭാനുവിന് പിടി വീഴുക തന്നെ ചെയ്യും. അല്ലാതെ പറ്റില്ലല്ലോ. ഉദയഭാനുവിന് പിടി വീണ് കഴിഞ്ഞിട്ടുണ്ട്, ശ്രീദേവി അടങ്ങിയിരിക്കാനും പോകുന്നില്ല. നല്ല പണി തന്നെ കൊടുക്കും. അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഇനിയിപ്പം ധർമ്മൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അനുവിനൊരു കൂട്ടായി, അലോകിനൊരു പണി കൊടുക്കാനായിട്ട് ഒരു കൂട്ടാവുകയും ചെയ്യും. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.